Good afternoon. Good afternoon. Good afternoon. ഇതാണ് എല്ലാരും ഉറങ്ങിപ്പോയോ? Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. ഇത് കൈയുടെയൊക്കെ മാറിയോ? മാറിയില്ല മാഡം. മാറിയില്ല. കയ്യില് അവര് ഇത് മാറ്റിയായിരുന്നു, നീ കൈ സൂക്ഷിക്കാൻ പറഞ്ഞായിരുന്നു. അതെ. ഇപ്പം ഒട്ടും വയ്യ മാഡം, ശബ്ദമൊക്കെ അടഞ്ഞു. ശരി. അതെന്താ ശബ്ദമൊക്കെ അടഞ്ഞ കാര്യം എന്താ? തൊണ്ട വേദനയും ചുമയും. ഇന്നലെ ബർത്ത്ഡേ ആയതുകൊണ്ട് നന്നായിട്ട് ആഘോഷിച്ച്. ശരി. രാത്രി മൊത്തം ജ്യൂസും പുറകെ കയറ്റി. അതാണ് മാഡം. ഞങ്ങൾക്ക് എന്താ ചെലവപ്പോ ബർത്ത്ഡേയുടെ? അവിടെ ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ട് കേക്ക് കട്ട് ചെയ്യായിരുന്നു മാഡം. കേക്ക് കട്ട് ചെയ്യോ? അവിടെ ആയിരുന്നെങ്കിൽ. ഇപ്പൊ നമ്മള് മീറ്റ് ചെയ്യണ്ടല്ലോ, പറ്റുമെങ്കിൽ അങ്ങോട്ട് ഒരു ദിവസം സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വരുമ്പോ എല്ലാം കൂടെ ചെലവ് ചെയ്യാം മാഡം. ചെലവ് ചെയ്യാം. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു മാഡം. ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു മാഡം. ഓക്കെ. എല്ലാവരും ഇപ്പൊ സന്തോഷമായിട്ടിരിക്കണോ അല്ലെ? ഊണൊക്കെ കഴിച്ചു? ഊണ് കഴിച്ചു മാഡം. കഴിച്ചു. അപ്പോ റെഡി അല്ലേ എല്ലാവരും ക്ലാസ്സില്? എന്താ എല്ലാരും ഉറക്കായോ? ഇല്ല മിസ്, റെഡിയാണ്. എല്ലാം റെഡിയാണ്. സുഷമ റെഡിയാണ്. സ്റ്റെഫി ടോമി റെഡിയാണോ? ഓക്കെ. Then in the former class we have discussed about relative pronouns and relative clause. Then we have studied about that relative clause. റിലേറ്റീവ് ക്ലോസസിനെ കുറിച്ച് നമ്മള് റിലേറ്റീവ് ക്ലോസിനെ കുറിച്ച് പഠിച്ചില്ലേ എല്ലാവരും? പഠിച്ചു അല്ലേ? റിലേറ്റീവ് ക്ലോസ്. അപ്പോ ഒരു ക്ലോസ് എന്നാല് വാട്ട് ഈസ് ക്ലോസ്? ഒന്നും കൂടി ഞാൻ പറയുന്നതാണ്. വാട്ട് ഈസ് ക്ലോസ്? ക്ലോസ് ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. It's a group of words containing a subject and verb. അല്ലേ? എന്താണ് ക്ലോസ് എന്ന് പറയുന്നത്? It is a group of words containing a subject and verb. അല്ലേ? That which form a sentence. അല്ലേ? അങ്ങനെ സബ്ജക്റ്റും വെർബും കൂടി ചേർന്നിട്ട് അതെന്തുണ്ടാക്കുന്നു? Which form a sentence. അല്ലേ? A sentence or a part of sentence. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? രേവതി രേവതി, അപ്പൊ ക്ലോസ് എന്ന് പറയുന്നത് എന്താണെന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് സെന്റൻസ് അല്ലെ? ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് കേട്ടോ, സെന്റൻസ് അല്ല, ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് അല്ലെ? വാക്കുകളുടെയൊക്കെ ഒരു കൂട്ടമാണ്. അതിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന എന്തൊക്കെയാണ്? സബ്ജക്റ്റ് ആൻഡ് വെർബ് അല്ലെ? അത് എന്ത് ഫോം ചെയ്യുന്നു? വിച്ച് ഫോം എ സെന്റൻസ്. സെന്റൻസ് ഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ പാർട്ട് ഓഫ് സെന്റൻസ്, ഒരു സെന്റൻസിന്റെ ഒരു പാർട്ട് ആയി തീരുകയാണ് എന്ത് ചെയ്യുന്നത്? ഈ എസ് പ്ലസ് വി സബ്ജക്റ്റ് ആൻഡ് വെർബ് ചെയ്യുന്നത്. ദിസ് ഈസ് കോൾഡ് എ ക്ലോസ്. അതിനെയാണ് ഒരു ക്ലോസ് എന്ന് പറയുന്നത്. മനസ്സിലായോ?
സൂസമ്മ യെസ് മിസ്. മനസ്സിലായി അല്ലേ? ഇനി ആർക്കെങ്കിലും സംശയം? അൻഷിത സംശയം ഉണ്ടോ? അഞ്ജിതക്ക് എന്താ സംശയം? അഞ്ജിത ഇല്ല മാം, സംശയമില്ല. സംശയമില്ല അല്ലേ? ആർക്കില്ല, ബിനോയ്ക്കില്ല, ആർക്കില്ല. അപ്പോ ശിവലക്ഷ്മി രാധാകൃഷ്ണൻ വരൂ. ശിവലക്ഷ്മി രാധാകൃഷ്ണൻ എവിടെ? ശിവലക്ഷ്മി രാധാകൃഷ്ണൻ ഇല്ലേ? ശീതൾ ഷിബു. അപ്പൊ എന്താണ് മനസ്സിലായത്? ഒരു ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കിയത്? മലയാളത്തിൽ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഒരു സെന്റൻസ് ഫോം ചെയ്യും. ഗ്രൂപ്പ് ഓഫ് വേർഡ്സിൽ എന്തൊക്കെ ഉണ്ടാവുന്ന പറഞ്ഞത്? സബ്ജക്റ്റും വെർബും. സബ്ജക്റ്റ് ആൻഡ് വെർബ് ഉണ്ടാവും അല്ലെ? എന്നിട്ട് എന്തുണ്ടാവും? എന്താണ് ഒരു സെന്റൻസ് ഫോം ചെയ്യുന്നു അല്ലെ? അല്ലെങ്കിൽ അതൊരു പാർട്ട് ഓഫ് എ സെന്റൻസ് അല്ലെ? ഒരു സെന്റൻസിന്റെ പാർട്ട് ആകുകയാണ് അത് ചെയ്യുന്നത്. കാര്യം മനസ്സിലായിട്ടാണല്ലോ കേട്ടോ? ഓക്കെ. I can't cook very well, but I make quite good pancakes. അല്ലേ? ഈ സെന്റൻസ് ഒന്ന് നോക്കിയാൽ അറിയാം. ഈ സെന്റൻസിലെ ഐ കാൺ കുക്ക് അല്ലെ? ഇത് നമ്മൾ എടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ബട്ട് ഐ മേക്ക് ക്വൈറ്റ് ഗുഡ് പാൻകേക്സ് അത് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഈ ഒരു സെന്റൻസ് ഐ കാൺ കുക്ക് വെരി വെൽ, ഇതിനകത്ത് സബ്ജക്റ്റും വെർബും ഉണ്ടോ? ഉണ്ട്. ഉണ്ട് അല്ലെ? ഉണ്ട്. ഐ എന്നത് സബ്ജക്റ്റ് ആണ്. വെർബ് ഏതാ? അല്ലെ? അപ്പൊ സബ്ജക്റ്റും വെർബും കൂടി ചേർന്നിട്ട് ഒരു സെന്റൻസ് ഫോം ചെയ്തു അല്ലെ? ഒരു സെന്റൻസ് ഫോം ചെയ്തില്ലേ? അവിടെ ഫോം ചെയ്തു. ബട്ട് ഐ മേക്ക് ക്വൈറ്റ് ഗുഡ് പാൻകേക്സ് എന്ന് പറയുമ്പോഴും ഇത് എന്തിന്റെ ഭാഗമായി തീർന്നു? പാർട്ട് ഓഫ് എ സെന്റൻസ് അല്ലെ? സെന്റൻസിന്റെ പാർട്ട് ആകുകയും ചെയ്തു. ഓക്കെ, മനസ്സിലായി അല്ലേ? ഡോണ്ട് യു അണ്ടർസ്റ്റാൻഡ്? യെസ് മാം. ഇനി റിലേറ്റീവ് പ്രോനൗൺസില് റിലേറ്റീവ് പ്രോനൗണും ഈ റിലേറ്റീവ് ക്ലോസും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? എന്തുണ്ടായിരിക്കും? റിലേറ്റീവ് ക്ലോസിൽ ആരുണ്ട്? സബ്ജക്റ്റ് ആൻഡ് വെർബാണോ? റിലേറ്റീവ് പ്രോനൗൺസില് ആരൊക്കെ ഉണ്ടായിരിക്കും അല്ലെ? ഒരുപാട് ആളുകൾ ഞാൻ പരിചയപ്പെടുത്തി തന്നില്ലേ കഴിഞ്ഞ ക്ലാസ്സില്? നിത്യയ്യപ്പ, കുറെ ആൾക്കാരെ നമ്മൾ പരിചയപ്പെട്ടതല്ലേ? മെയിൻ ക്ലോസ് അതാണോ? അല്ല, നമ്മളെ ഈ റിലേറ്റീവ് പ്രോനൗൺസ് ഉണ്ടല്ലോ, ആ ക്ലോസില് ഒരു റിലേറ്റീവ് ക്ലോസ് ഫോം ചെയ്യുന്ന സമയത്ത് ഈ റിലേറ്റീവ് പ്രോനൗൺസ് എന്തായാലും ഉണ്ടായിരിക്കും അല്ലെ? അതില്ലാതെ റിലേറ്റീവ് ക്ലോസിന് നിൽക്കാൻ പറ്റില്ല. മനസ്സിലായോ? ഈ റിലേറ്റീവ് പ്രോനൗൺ ഇല്ലാതെ ആർക്ക് നിലനിൽപ്പില്ല? റിലേറ്റീവ് ക്ലോസിന് നിലനിൽപ്പില്ല അല്ലേ? എന്താണ്? റിലേറ്റീവ് ക്ലോസസ് അല്ലേ? റിലേറ്റീവ് ക്ലോസസ്
അതെങ്ങനെ പറഞ്ഞു വരുന്നത്? ഡിഫൈനിങ് വരട്ടെ, അറിയാം കേട്ടോ. ഡിഫൈനിങ് നോൺ ഡിഫൈനിങ് രണ്ട് ടൈപ്പ് നമ്മൾ പഠിച്ചു. അതിൽ ഡിഫൈനിങ് ഗീവ്സ് info that is necessary. പറയാം കേട്ടോ, എല്ലാം പറയാം കേട്ടോ. ഓക്കെ, കേട്ടിരിക്കും കേട്ടോ. ഏതൊക്കെയാ റിലേറ്റീവ് പ്രോനൗൺസ്? ഏതൊക്കെയാന്നാ പറഞ്ഞത് രേവതി അമ്മസേ? ഒരുപാട് ആളുകളെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ? ആരൊക്കെയാണ്? അല്ലേ? വാട്ട്, വിച്ച്, വേറെ ഇല്ലേ? ദാറ്റ്, വൈ, വെൻ. വെൻ അല്ലേ? ഇവരെയൊക്കെ നന്നായിട്ട് പരിചയമില്ലേ? ഏത് അവസരത്തിലൊക്കെ ഇവരെയൊക്കെ കൊണ്ടുവരണമെന്ന് അറിയാലോ? ഇവരൊക്കെ ഏത് അവസരത്തിൽ വിളിക്കണമെന്ന് അറിയാലോ? അറിയാം ഇല്ലേ? അറിഞ്ഞൂടെ? സമയത്തെ സൂചിപ്പിക്കുകയാണെങ്കിൽ അല്ലേ, ഒരു ടൈമാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ആരെ വിളിക്കണം? വെന്നിനെ വിളിക്കാം അല്ലെ? ഒരു റീസൺ ആണ് പറയുന്നതെങ്കിൽ ആരെ വിളിക്കണം? വൈ അല്ലേ? വൈനെ വിളിച്ചുകൊണ്ട് വരണം. ഇതൊക്കെ പഠിച്ചതല്ലേ അല്ലേ? അതൊക്കെ മറന്നു അല്ലേ? ബക്രീദോടുകൂടി എല്ലാവരും ഒക്കെ മറന്നു അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ബക്രീദൊക്കെ? നന്നായിട്ട് ആഘോഷിച്ചോ? ആരാ ഇവിടെ ബക്രീദ് ആഘോഷിച്ചത്? എന്താണ്? നസീന റഹീം. എങ്ങനെയുണ്ടായിരുന്നു ബക്രീദ് ആഘോഷമൊക്കെ? നന്നായിരുന്നു മാം. നന്നായിരുന്നു അല്ലെ? എന്തായിരുന്നു സ്പെഷ്യല്? നെയ്ച്ചോറും ചിക്കനും. അത് ശരി. അപ്പോ ഇവരെയൊക്കെ വിളിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതായത് ഈ പറഞ്ഞ റിലേറ്റീവ് പ്രോനൗൺസിനെ വിളിക്കാതെ ആർക്കൊരു ഫംഗ്ഷൻ നടത്താൻ പറ്റില്ല. റിലേറ്റീവ് ക്ലോസിന് ഒരു ഫംഗ്ഷൻ നടത്താൻ പറ്റില്ല. മനസ്സിലായോ ബിനോയ്? മനസ്സിലായി മാഡം. അവരെയൊക്കെ വിളിക്കണം കേട്ടോ ഉണ്ടാക്കുമ്പോ. വിളിച്ചുകൊണ്ട് തന്നെ വഴിയൊക്കെ കേട്ടോ, അല്ലാതെ റിലേറ്റീവ് ക്ലോസിന് നിലനിൽപ്പില്ല കേട്ടോ. നടക്കൂല അവിടെ. ഓക്കെ, നമുക്ക് എല്ലാവരും കൂടെ ഒരു ദിവസം അങ്ങോട്ട് വരാം മാഡം. അത് കാണാം എല്ലാവരും കൊണ്ട് ഒരു ദിവസം കേട്ടോ. അപ്പോ ഈ റിലേറ്റീവ് ക്ലോസിനെ നമ്മൾ ഡിഫൈനിങ് എന്നും നോൺ ഡിഫൈനിങ് എന്നും വിളിക്കാം അല്ലെ? രണ്ട് തരത്തിലാണ് റിലേറ്റീവ് ക്ലോസ് ഉള്ളത്. ഏതൊക്കെയാണ്? ഡിഫൈനിങ് ആൻഡ് നോൺ ഡിഫൈനിങ്. എന്താണ് എല്ലാവരും ഈ ക്ഷീണിച്ചിരിക്കുകയാണോ എല്ലാവരും? ചെയ്യാലോ. പിന്നോട് കാര്യം അങ്ങനെ അല്ലെ? ആർക്കും ഒരു എനർജി ഇല്ലാത്ത പോലെ ഇരിക്കുന്ന എന്താണ്? നിവ്യ ബാബോയ് ഉറങ്ങിയാണോ? ഉറങ്ങുന്നുണ്ടോ? ഞാൻ ഉറങ്ങില്ല മാഡം. എങ്ങനെയെങ്കിലും തൊണ്ടവേദന എങ്ങനെ പിടിച്ചിരിക്കാൻ നോക്കുക. ശരി, പിടിച്ചിരിക്കാൻ. ചൂടുവെള്ളമൊക്കെ കൊണ്ടോ? ഉപ്പുവെള്ളമൊക്കെ കൊണ്ടോ തൊണ്ടയില്? കൊണ്ട് വേണം. ആശുപത്രിയിൽ പോയിരുന്നു. ഹോസ്പിറ്റലിൽ പോയി അല്ലേ? ഗുളിയൊക്കെ തന്നില്ലേ? തന്നു മാഡം. സമയത്തിന് കഴിക്കണം കേട്ടോ. ഓക്കെ മാഡം. വയ്യാതിരിക്കുന്നോണ്ടാണ് ഞാൻ അധികം ഇപ്പം മാത്രം പറഞ്ഞത്. ഓക്കെ മാഡം. മേഘ കെയം ഉണ്ട് അല്ലേ? ഞാൻ വിളിച്ചതാണോന്ന് കേട്ടോ. അപ്പോ ഡിഫൈനിങ് ആൻഡ് നോൺ ഡിഫൈനിങ്ങിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഡിഫൈനിങ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് ആര് തരുന്നത്? ഡിഫൈനിങ് തരുന്നത്. എന്നാൽ നോൺ ഡിഫൈനിങ് എന്ന് വെച്ച് കഴിഞ്ഞാല് എക്സ്ട്രാ ഇൻഫർമേഷൻ തരും. മനസ്സിലായോ?
ഡിഫൈനിങ് എന്താ തരുന്നത്? എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ തരണമെങ്കിൽ നോൺ ഡിഫൈനിങ് എന്ത് തരും റിൻസി? നോട്ട് നെസസറി. റിൻസി പറയട്ടെ കേട്ടോ. റിൻസിയെ ആ എന്ത് പറ്റി? വയ്യ? ആർക്ക്? റിൻസിക്ക് വയ്യേ? എന്ത് പറ്റി മോളെ? മഴ കൊണ്ടതാ. മഴ കൊണ്ടതാ. എന്താ? മഴ കൊണ്ടതാ. മഴ കൊണ്ട് അല്ലേ? കുറെ നാളേക്ക് മഴ കണ്ടപ്പോ ആ മഴയിൽ പോയി കളിച്ചതാണോ? പുറത്തോട്ടൊന്ന് പോയത്, അപ്പൊ വണ്ടി മഴ കൊണ്ട് അടിച്ചില്ലായിരുന്നു. ഓക്കെ ഓക്കെ, എന്നാ അവിടെ ഇങ്ങോട്ടോ സംസാരിക്കൊന്നും വേണ്ട കേട്ടോ. അപ്പൊ നോൺ ഡിഫൈനിങ്ങിലാണെങ്കിൽ എക്സ്ട്രാ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് തരും അല്ലെ. അതായത് എസെൻഷ്യൽ ഇൻഫർമേഷൻ നൽകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് എന്ത് നമുക്ക് എന്താണ് ഒരു ഫേമസ് ആയിട്ടുള്ള സച്ചിൻ അല്ലെ, സച്ചിൻ ടെണ്ടുൽക്കർ is a cricketer അല്ലെ. നമുക്ക് ആവശ്യമുള്ള ഒരു ഇൻഫർമേഷൻ അല്ലേ കിട്ടിയുള്ളൂ, ആണ് അല്ലെ. സച്ചിൻ ടെണ്ടുൽക്കർ ഈസ് എ ക്രിക്കറ്റർ എന്ന് പറയുന്നത് ആവശ്യമുള്ള അത്യാവശ്യമായിട്ടുള്ള എസെൻഷ്യൽ ഇൻഫർമേഷൻ ആണ് കിട്ടിയത് അല്ലെ. പക്ഷേ ഞാൻ കുറച്ചുകൂടി ഒന്ന് എന്താണ് കുറച്ചും കൂടി അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ നമുക്ക് എന്ത് കൊടുക്കാം? ക്രിക്കറ്റർ won അല്ലെ, who won അർജുന അവാർഡ് അല്ലെ. അർജുന അവാർഡ് നേടിയ കളിക്കാരൻ കൂടിയാണ് ആരെന്നുള്ളത് ഞാൻ കൊടുത്തു, സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ നമുക്ക് എക്സ്ട്രാ ആയിട്ടുള്ള എന്ത് ഇൻഫർമേഷൻ കൂടി ലഭിച്ചു? ആരെ കുറിച്ച് ലഭിച്ചു? സച്ചിൻ ടെണ്ടുൽക്കറെ കുറിച്ചു. അതല്ലേ, സച്ചിൻ ടെണ്ടുൽക്കറെ കുറിച്ച് കിട്ടി അല്ലെ. അപ്പോ സച്ചിൻ ടെണ്ടുൽക്കർ ഈസ് എ ക്രിക്കറ്റർ who won അർജുന അവാർഡ്. കിട്ടിയില്ലേ? കൂടുതൽ വിവരം കിട്ടിയില്ലേ? എനിക്ക് അവിടെ പറയേണ്ട കാര്യമൊന്നുമില്ല അല്ലെ. പറയേണ്ട എത്ര മാത്രം പറഞ്ഞാൽ മതി. സച്ചിൻ ടെണ്ടുൽക്കർ ഈസ് എ ക്രിക്കറ്റർ എന്ന് പറഞ്ഞാല് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആയി. ഒരാളെ കുറിച്ച് കൂടുതൽ ഒന്നുകൂടി നമ്മൾ എന്താണ് എക്സ്ട്രാ ഇൻഫർമേഷൻസും കൂടി ചേർക്കുമ്പോഴാണ് അതിനെ ഇത് ഒരു നോൺ ഡിഫൈനിങ് ആയിട്ടുള്ള സെന്റൻസ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? ഇത് നോൺ ഡിഫൈനിങ് സെന്റൻസ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ ധന്യ? ഓക്കെ അല്ലേ. ബിക്കോസ് എന്താണ്? ബിക്കോസ് ദാറ്റ് സെന്റൻസ്, ദിസ് സെന്റൻസ് gives more information about that person അല്ലേ. ആ പേഴ്സണെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകുന്നത് കൊണ്ട് എന്താണ്? ദിസ് ഇസ് എ നോൺ ഡിഫൈനിങ് സെന്റൻസ്. പക്ഷേ ബട്ട് സച്ചിൻ ടെണ്ടുൽക്കർ ഈസ് എ ക്രിക്കറ്റർ. Is it a non defining sentence? No, this is not a non defining, but it is defining അല്ലേ. ഇത് ഡിഫൈനിങ് ആണ്. ഓക്കെ ആയല്ലോ എല്ലാവർക്കും? തമ്പിട്ട് എല്ലാവരും ഓക്കെ ആണെങ്കിൽ ആർക്കേത് സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. സംശയമുള്ളവർക്ക് ഇപ്പൊ ചോദിക്കാം. ഒന്നും കൂടി പറയാം സംശയം ഇല്ലെങ്കിൽ. ഓക്കെ ആയില്ലേ? മേഡം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ ക്ലോസ് ഡിഫൈനിങ് ആൻഡ് നോൺ ഡിഫൈനിങ് പറയുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ തരുന്നില്ലെങ്കിലല്ലേ അത് നോൺ ഡിഫൈനിങ് ആവുന്നത്? അല്ല,
നോൺ ഡിഫൈനിങ്ങില് എക്സ്ട്രാ ഇൻഫോർമേഷൻ, കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അല്ല പറയേണ്ടത്. അത് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. നോൺ ഡിഫൈനിങ്, ഇതിനാണ് നോൺ ഡിഫൈനിങ് തരുന്നത് അല്ലെ. നോൺ ഡിഫൈനിങ് ഗിവ്സ് എക്സ്ട്രാ ഇൻഫോർമേഷൻ. ഓക്കെ, ഡിഫൈൻ ഗിവ്സ് എസെൻഷ്യൽ ഇൻഫോർമേഷൻ. ഓക്കെയോ? സംശയം ഉണ്ടാവും അല്ലെ, എന്താണ് അങ്ങനെ പേര് വന്നതെന്ന് അല്ലെ. നോൺ ഡിഫൈനിങ് ആണെങ്കിൽ ആദ്യം വിവരിക്കേണ്ട ആവശ്യമുണ്ടോ? ഡിഫൈനിങ് ആണെങ്കിൽ മാത്രമല്ലേ. ഡിഫൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത്? ഡിഫൈൻ, ഒരു ക്വസ്റ്റ്യനെ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? നിങ്ങൾ ഡിഫൈൻ ചെയ്യാന്ന് വെച്ചാൽ എസെൻഷ്യൽ ഇൻഫോർമേഷൻ കൊടുത്താൽ മതി എന്നാണ് അതിന്റെ മീനിങ്. ഡിഫൈൻ ചെയ്ത്, ഡിഫൈൻ എന്ന് പറയുന്നത്. പക്ഷേ എന്താണ് നോൺ ഡിഫൈനിങ് എന്ന് പറയുന്നത്? എസെൻഷ്യൽ അല്ല, എക്സ്ട്രാ ഇൻഫോർമേഷൻ കൊടുക്കുമ്പോൾ അത് നോൺ ഡിഫൈനിങ് ആകും. മനസ്സിലായോ? ചോദ്യം ചോദിച്ച ആളെവിടെ? യെസ് മാം, മനസ്സിലായി. അല്ലെ, എസെൻഷ്യൽ ഇൻഫോർമേഷനില് that we need to understand that who is being referred to അല്ലെ. അതിൽ ആരാണ് റെഫേർഡ് ആയിട്ടുള്ളത്, അതിനെ കുറിച്ച് നീഡ് ആയിട്ടുള്ള എന്താണ് ഒരു അണ്ടർസ്റ്റാൻഡ് നമുക്ക് നൽകുക, മനസ്സിലാക്കിക്കുക എന്നത് മാത്രമേ ഇതിന്റെ ആവശ്യമുള്ളൂ. പക്ഷെ ഇതില് എക്സ്ട്രാ എന്താണ് നെസസറി അല്ലെ, എക്സ്ട്രാ ആയിട്ടുള്ള എക്സ്ട്രാ നെസസറി ഇൻഫർമേഷൻസ് ഗിവിംഗ് who is being referred to. Okay. Gives information that is not necessary. Madam, എന്താ? gives information that is not necessary. That is not Necessary. necessary in which? Non-defining. നോൺ ഡിഫൈനിങ്. നെസസറി വേണ്ടേ പിന്നെ അല്ലേ? ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ മായ? എസെൻഷ്യൽ ഇൻഫർമേഷന് പുറമേ എക്സ്ട്രാ വേണം. ആ അല്ലെ, except the extra information they are giving, if that gives more information about that person who is referred here. Okay, Maya? Okay, ma'am. ഇപ്പോ മൈ അങ്കിൾ ഈസ് എ ഡെന്റിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ അങ്കിൾ ആരാണ്? ഒരു ഡെന്റിസ്റ്റ് ആന്ന് പറയുന്നത്. ഇതെന്താണ്? എസെൻഷ്യൽ ഇൻഫോർമേഷൻ ആണ്. അത്യാവശ്യമുള്ള ഇൻഫോർമേഷൻ മാത്രം തന്നിട്ടുള്ളൂ. പക്ഷെ അയാളെ കുറിച്ച് ഒന്നുകൂടി ഞാൻ വിവരിക്കുന്നു. എന്താണ്? ഹു പ്ലേസ് അറ്റ് ദ സെയിം ക്രിക്കറ്റ് ക്ലബ് ആസ് യു. എന്താ അർത്ഥമാക്കുന്നത്? ഹു പ്ലേസ് അറ്റ് ദ സെയിം ക്രിക്കറ്റ് ക്ലബ് ആസ് യു അല്ലെ. നിങ്ങളെ പോലെ തന്നെ എവിടെ കളിക്കുന്നു? ക്രിക്കറ്റ് ക്ലബിൽ അദ്ദേഹവും കളിക്കുന്നുണ്ട് എന്നുള്ള ഒരു എക്സ്ട്രാ ഇൻഫോർമേഷൻ ഞാൻ എന്ത് തരുന്നു? ഇവിടെ എന്റെ അങ്കിളിനെ കുറിച്ച് ഞാൻ തരികയാണ്. അപ്പോൾ ആ സെന്റൻസില് നോൺ ഡിഫൈനിങ് ഉണ്ട്, നോൺ ഡിഫൈനിങ് ഉണ്ട് അല്ലെ. അത് ഡിഫൈനിങ് എന്ന് വെച്ചാൽ മൈ അങ്കിൾ ഈസ് എ ഡെന്റിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ദർ ഇസ് നോ എന്താണ് എക്സ്ട്രാ information അല്ലെ, but there is only essential information necessary here. And I also added who plays at the same cricket club as you. This also gives an extra information about that uncle. Okay, അങ്കിളിനെ കുറിച്ച് എന്താണ് നൽകുന്നത്? എക്സ്ട്രാ ഇൻഫോർമേഷൻ കൂടി അത് നൽകുന്നു. ഓക്കെ ആയോ?
Mammootty is an actor. അല്ലേ? Mammootty is an actor. Is it defining or not defining? Defining. അല്ലേ? Because that gives an essential information about that person. അല്ലേ? ആ പേഴ്സണെ കുറിച്ച് എസെൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ അല്ലേ തരുന്നത്? ആണ് അല്ലേ? അല്ലേ? Yes, ma'am. Yes, ma'am. Mammootty is an actor who won Bharat Awards എന്ന് പറയുമ്പോൾ എന്ത് മനസ്സിലായി നിങ്ങൾക്ക്? എസെൻഷ്യൽ ആയിട്ടുള്ള Extra information. തന്നതുകൊണ്ട് എന്താണ്? മമ്മൂട്ടി ഒരു actor ആണ് എന്നുള്ളത് എസെൻഷ്യലും ഡിഫൈനിങ്ങും ഭാരത് അവാർഡ് ലഭിച്ചു എന്നുള്ളത് നോൺ ഡിഫൈനിങ്ങും ആണ്. ഭാരത് അവാർഡ് എന്ന് പറയുന്നത് നോൺ ഡിഫൈനിങ് ആണ്. എക്സ്ട്രാ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് കൊടുത്തത്. ഓക്കെ ഓക്കെ എന്ന് തോന്നുന്നു അല്ലെ? ഇനി വേണോ എക്സാമ്പിള്? ഇനി എക്സാമ്പിൾസ് ഡു യു വാണ്ട്? വേണ്ട അല്ലെ? ഇനി ഡിഫൈനിങ് സെന്റൻസ് ആണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അവിടെ എന്തുണ്ടാവില്ല? ഒരു കോമാസ് അവിടെ ഇല്ല. ആ സെന്റൻസിൽ ഒരിക്കലും നമുക്ക് എന്ത് കാണാൻ പറ്റില്ല? കോമ ഉണ്ടാകില്ല. നോൺ ഡിഫൈനിങ് ആണെങ്കിൽ അവിടെ എന്തുണ്ടാവും? ഈ പറഞ്ഞ കോമാസ് ഉണ്ടായിരിക്കും. ഓക്കെ ഓക്കെയോ? എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ the dentist അല്ലെ? The dentist who treated me is my uncle. ഇവിടെ വല്ല കോമാസ് ഉണ്ടോ? ഇവിടെ ഒരു കോമയില്ല. അപ്പോൾ ഈ സെന്റൻസ് എന്താണ്? ഡിഫൈനിങ് ആണ് അല്ലെ? പക്ഷെ ഞാൻ പറയാണ് മൈ അങ്കിൾ ഈസ് എ ഡെന്റിസ്റ്റ് കോമ ഹു പ്ലേസ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഉദാഹരണം തന്നെ. My uncle is a dentist, comma, who plays at the same cricket club as you. അപ്പോ അവിടെ എന്തുണ്ട്? കോമയുണ്ട് അല്ലെ? മൈ അങ്കിൾ ഈസ് എ ഡെന്റിസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു കോമ കൊടുത്തിട്ടുണ്ട്. അപ്പോ അതുകൊണ്ട് ഏത് സെന്റൻസ് ആണ് ആ സെന്റൻസ്? അപ്പൊ കോമ കണ്ടു കഴിഞ്ഞാൽ ഏതാണത്? നോൺ ഡിഫൈനിങ്. നോൺ ഡിഫൈനിങ് ആണെന്ന് മനസ്സിലാക്കുക. കോമ ഇല്ലെങ്കിൽ ഡിഫൈനിങ് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ. പിന്നെ ആരുകൂടി ഉണ്ടാവുമെന്ന് പറഞ്ഞതിനകത്ത് റിലേറ്റീവ് പ്രോണൗൺസ് കൂടി ഇതിനകത്ത് ഉണ്ടായിരിക്കും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ. ഇനി നമ്മള് വേറൊരു ക്ലാസ്സില് ഒരു കാര്യം പറഞ്ഞിരുന്നു അല്ലെ? എന്താ അത് പറഞ്ഞത്? നമുക്കറിയാം, എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് ഇൻക്ലൂഡ് ഇൻ സബ്ജക്ട് ആൻഡ് വെർബ് ദാറ്റ് ഇസ് ക്ലോസ് അല്ലെ? തന്നെയാണ് നമ്മൾ ക്ലോസ് എന്ന് വിളിച്ചത് അല്ലെ? അപ്പോ ആ ക്ലോസില് എന്താണ്?
ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളതും ഡിപെൻഡന്റ് ആയിട്ടുള്ള സെന്റൻസുകളുണ്ട് അല്ലെ. എന്താ പറഞ്ഞത്? ഹി കെയിം അല്ലെ. എപ്പോഴാ വന്നത്? when I was studying. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ വന്നത് അല്ലെ. ഞാൻ പറഞ്ഞു തന്നല്ലേ ഇത്? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞോ ഇല്ലയോ? Yes, ma'am. ആ, അപ്പൊ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞു തന്നത് നിങ്ങൾക്ക്? ഇതിനകത്ത് ഫസ്റ്റ് ക്ലോസ് ഏതാണ്? He came. Main clause. He came. ഈ കെയിം എന്നുള്ളതാണ് ഫസ്റ്റ് ക്ലോസ് അല്ലേ. സെക്കൻഡ് ക്ലോസ് ഏതാണ്? I was studying. when I was studying ആണ് സെക്കൻഡ് ക്ലോസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ക്ലോസ് he came when I was studying സെക്കൻഡ് ക്ലോസുമാണ് അല്ലെ. ഇതില് എന്തുകൊണ്ടാണ് ഈ ഫസ്റ്റ് ക്ലോസും സെക്കൻഡ് ക്ലോസും അല്ലെ? അപ്പോ ഫസ്റ്റ് ക്ലോസ് എന്ന് പറയുന്നത് he cameനെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെന്ത് കിട്ടുന്നുണ്ട്? ഇവിടെ സബ്ജക്റ്റ് ഉണ്ട്, വെർബ് ഉണ്ട് അല്ലെ. അപ്പോ അതൊരു ക്ലോസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലെ. ഇതിലെന്തുണ്ട്? സബ്ജക്റ്റ് ഉണ്ട്, വെർബ് ഉണ്ട്. ഇതപ്പോ അടുത്ത ക്ലോസ് ആണ് അല്ലെ. അതില് എന്ത് കഴിഞ്ഞിട്ടാണ്? റിലേറ്റീവ് പ്രോനൗൺ കഴിഞ്ഞ് നോക്കി കഴിഞ്ഞാൽ അറിയാം അടുത്തൊരു സെന്റൻസ് സബ്ജക്റ്റും വെർബോട് കൂടി എന്ത് ചെയ്തിരിക്കുന്നു? ഉണ്ടായിരിക്കുന്നു അല്ലെ. അപ്പൊ അത് സെക്കൻഡ് ക്ലോസ് ആണ്. അപ്പൊ ഫസ്റ്റ് ക്ലോസ് എന്നും സെക്കൻഡ് ക്ലോസ് എന്നും നമുക്ക് എന്ത് ചെയ്യാം? രണ്ടായിട്ട് തിരിക്കാം. അത്രയും മനസ്സിലായില്ലേ? Yes, ma'am. ഇനി ഫസ്റ്റ് ക്ലോസ് ആയിട്ടുള്ള ഹി കെയിം എന്നെടുത്തു അല്ലെ. ഈ ഹി കെയിം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് ഈ ഹി കെയിമിന് എന്താണ്? ഇത് ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള സെന്റൻസ് ആണോ അല്ലയോ? അതെ. ആണ് അല്ലെ. അതെന്ത് ചെയ്യാൻ പറ്റും അല്ലെ? ആ സെന്റൻസ് ഇറ്റ് ഹാസ് സ്റ്റാൻഡ് ഇറ്റ് സെൽഫ് അല്ലെ. അതിന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? അതിന് സ്വയം എന്താണ് നിലനിൽക്കാനായിട്ട് പറ്റുന്നുണ്ട് അല്ലെ. വേറെ ആരെങ്കിലും സഹായം വേണോ? ആവശ്യമുണ്ടോ? അല്ലെ. there is no need അല്ലെ. there is no to assist that's അല്ലെ. there is no need to assisting that sentence അല്ലെ. need another help അല്ലെ. ഒരു ഹെൽപ്പും ആർക്ക് ആവശ്യമില്ല? ഈ കെയിം എന്ന് പറയുന്ന സെന്റൻസിന് ആവശ്യമില്ല അല്ലെ. ഞാൻ ഇവിടെ തന്നെ നിന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് ആർക്ക് നിൽക്കാനുള്ള ധൈര്യമുണ്ട്? he is very strong. that first clause is he is very strong അല്ലെ. that sentence is very strong അല്ലെ. because it is very meaningful അല്ലെ. അത് മീനിങ്ഫുൾ ആണ്. he came അല്ലെ എന്ന് പറഞ്ഞത് മീനിങ്ഫുൾ സെന്റൻസ് ആണ്. അവൻ വന്നു, completed അല്ലെ. the meaning is completed here അല്ലെ. അപ്പോ but the next clause is what? when I was studying. when I was studying അല്ലെ. എപ്പോഴാണ്? when I was studying. അത് മാത്രം എടുക്കാൻ പാടുള്ളൂ. ഈ കെയിം അവിടെ നിന്ന് എന്താണ്? ഈ കെയിമിനെ നിങ്ങൾ എന്ത് ചെയ്യാ? അവിടെ നിർത്തുക അല്ലെ. അടുത്ത സെന്റൻസ് when I was studying എന്ന് പറയുമ്പോൾ what's the meaning of that sentence? ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അല്ലെ. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്ന മീനിങ് ആണ് കിട്ടുന്നത്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്ന് ചോദിക്കുമ്പോൾ എന്ത് സംഭവിച്ചെന്ന്, എപ്പോഴാണെന്ന്, എങ്ങനെയാണെന്നൊക്കെ നമ്മുടെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ വരും അല്ലെ. ഇല്ലേ? ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ എന്താണ്? there should be generate a question in your mind when I was studying, because that sentence is not complete. that sentence is incomplete അല്ലെ. ആ സെന്റൻസ് ഇൻകംപ്ലീറ്റ് ആയതുകൊണ്ട് അല്ലെ. that sentence is incomplete. there is a doubt അല്ലെ. there will be generate a doubt about that sentence അല്ലെ. ആ സെന്റൻസിനെ കുറിച്ച് നമുക്കൊരു സംശയം തോന്നും അല്ലെ. എന്താണെന്നും അല്ലെ ഏതാണെന്നൊക്കെ ഒരു സംശയം നമ്മുടെ മനസ്സിലുണ്ടാവും. എന്താണത്? ആ സെന്റൻസ് ഇൻകംപ്ലീറ്റ് ആയതുകൊണ്ടാണ് അല്ലെ. ദാറ്റ് ഈസ് നോട്ട് മീനിങ്ഫുൾ അല്ലെ. അതൊരു മീനിങ്ഫുൾ സെന്റൻസേ അല്ല. ദാറ്റ് ഈസ് ഇൻകംപ്ലീറ്റ് അല്ലെ. അത് ഇൻകംപ്ലീറ്റ് ആയതുകൊണ്ടാണ്.
So this sentence wants support of this first clause അല്ലെ. അതുകൊണ്ട് ഈ സെന്റൻസിന് ആരുടെ സഹായം അത്യാവശ്യമാണ്? He came. This sentence should need the help of this first clause അല്ലെ. ഈ ഫസ്റ്റ് ക്ലോസിന്റെ സഹായം ആവശ്യമാണ് അല്ലെ. അപ്പോ രണ്ട് സെന്റൻസും കൂടി കൂട്ടി വായിക്കുമ്പോഴല്ലേ എന്ത് കിട്ടുന്നുള്ളൂ? രണ്ടാമത്തെ ക്ലോസിന് അർത്ഥം കിട്ടുന്നുള്ളൂ. ഫസ്റ്റ് ക്ലോസും കൂടി കൂടി ചേരുമ്പോഴല്ലേ, ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? സെക്കൻഡ് ക്ലോസ് മീനിങ് ഫുൾ ആകുള്ളൂ അല്ലേ? ആണ് അല്ലേ മായ? Yes, ma'am. when I was studying അല്ലേ, he came അല്ലേ, അപ്പോഴാണ് അവൻ വന്നത് എന്നുള്ളൊരു മീനിങ് കൂടി അവിടെ വരുവുള്ളൂ അല്ലെ. അപ്പൊ ഈ ഫസ്റ്റ് ക്ലോസിന് ആരുടെ ആവശ്യമില്ല? സെക്കൻഡ് ക്ലോസിന് ആവശ്യമില്ല അല്ലേ. സെക്കൻഡ് ക്ലോസ് ഇല്ലെങ്കിലും നീ ഇല്ലെങ്കിലും ഞാനിവിടെ നിന്നോളാന്ന് ആരുടെ ഭാവമാണത്? ഫസ്റ്റ് ക്ലോസിന് അല്ലേ. ഫസ്റ്റ് ക്ലോസ് എന്താണ്? ഈസ് വെരി സ്ട്രോങ് അല്ലെ, നല്ല സ്ട്രോങ് ആളാണ് അല്ലെ. എനിക്ക് ഒന്നിന്റെ ആവശ്യമില്ല, ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചു നിന്നോളാം അല്ലെങ്കിൽ ഞാനിവിടെ നിന്നോളാം എന്നുള്ള മനോഭാവമാണ് ആർക്ക്? Main clause, first clause. അപ്പോ അതുകൊണ്ട് ഈ ഫസ്റ്റ് ക്ലോസിനെ ഇൻഡിപെൻഡന്റ് ക്ലോസ് എന്ന് വിളിക്കുന്നു അല്ലെ. ഇൻഡിപെൻഡന്റ് ക്ലോസ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ മെയിൻ ക്ലോസ് എന്ന് വിളിക്കാം അല്ലെ. അല്ല എങ്കില് പ്രിൻസിപ്പൽ ക്ലോസ് എന്ന് വിളിക്കാം അല്ലെ. ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെ, ഹെഡ് ഓഫ് ദ educational institution. Who is that? Principal അല്ലെ. So it is also called as principal clause. The first clause is called as Main clause or principal clause or independent clause. Principal clause. Very good, very good. And but the second clause, that is depending, ഡിപ്പെൻഡ് ചെയ്യാതെ ആർക്ക് പറ്റില്ല? സെക്കൻഡ് ക്ലോസിന് പറ്റില്ല. അതുകൊണ്ട് ഫസ്റ്റ് ക്ലോസ് ഇല്ലെങ്കിൽ നീ ഇല്ലെങ്കിൽ ഞാനില്ല എന്നുള്ള ഇതാണ് ആർക്ക്? മൈൻഡാണ് ആർക്ക്? നീ പോയാൽ എനിക്കൊരു ചുക്കൂല എന്ന് പറഞ്ഞോണ്ടാണ് ആര് നിക്കണത്? ഏത് ക്ലോസ് നിക്കണത്? ഫസ്റ്റ് ക്ലോസ് അല്ലെ. നീ ഇല്ലെങ്കിൽ എനിക്കൊരു ചുക്കൂല, നീ പോയിക്കോ കുഴപ്പമില്ല എന്നൊക്കെയാണ് ആര് വിചാരിച്ചാണ്? ഫസ്റ്റ് ക്ലോസ് അല്ലെ. പക്ഷെ പാവം നമ്മുടെ സെക്കൻഡ് ക്ലോസിന് ആരില്ലാതെ പറ്റില്ല? ഫസ്റ്റ് ക്ലോസ് അല്ലേ. അതാണ് പറയുന്നത് അല്ലെ. ഫസ്റ്റ് ക്ലോസ് പറയും ചേട്ടനില്ലാതെ എനിക്ക് പറ്റില്ല കേട്ടോ അല്ലെ. ഫസ്റ്റ് ക്ലോസിനോട് പറയും അല്ലെ, ചേട്ടനില്ലാതെ എനിക്ക് നിലനിൽക്കാൻ, എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നാണ് ആര് പറയുന്നത്? സെക്കൻഡ് ക്ലോസ് പറയുന്നത് അല്ലെ. അപ്പൊ ഫസ്റ്റ് ക്ലോസും സെക്കൻഡ് ക്ലോസും കൂടി ചേരുമ്പോഴാണ് നമുക്ക് ആ മീനിങ് ഫുൾ ആകുള്ളൂ. അതുകൊണ്ട് when I was studying എന്ന് പറയുന്ന ആ സെക്കൻഡ് ക്ലോസിനെ എന്തെന്ന് വിളിക്കാം നമുക്ക്? ഡിപ്പെൻഡന്റ് ക്ലോസ്. ഡിപ്പെൻഡന്റ് ക്ലോസ് അല്ലേ. എന്ത്? സബോർഡിനേറ്റീവ് ക്ലോസ്. ഡിപ്പെൻഡന്റ് ക്ലോസ് എന്നും സബോർഡിനേറ്റ് ക്ലോസ് എന്നും വിളിക്കാം. ഓക്കെ ആയോ? എല്ലാവരും ഓക്കെ ആയോ? ഓക്കെ. ശ്രുതി നന്ദു, നമ്മൾ എന്തൊക്കെയാ ഇപ്പൊ പറഞ്ഞത് ക്ലാസ്സിനെ കുറിച്ച്? എന്തൊക്കെ ഈ ഇതിനെ കുറിച്ച്, റിലേറ്റീവ് ക്ലോസിനെ കുറിച്ച് എന്തൊക്കെ നമ്മള് പറഞ്ഞു? എന്തൊക്കെ മനസ്സിലായി ശ്രുതിക്ക്? ശ്രുതിക്ക് മനസ്സിലായത് ശ്രുതി പറഞ്ഞോളൂ. ഡിഫൈനിങ്ങും നോൺ ഡിഫൈനിങ്ങും. ഡിഫൈനിങ് പറഞ്ഞാൽ എസെൻഷ്യൽ ഇൻഫർമേഷൻ, നോൺ ഡിഫൈനിങ് പറഞ്ഞാൽ എക്സ്ട്രാ ഇൻഫർമേഷൻസ്. ഓക്കെ.
അതെന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ സഹിതം പറഞ്ഞോളൂ. സച്ചിൻ ഈസ് എ ക്രിക്കറ്റർ എന്നുള്ളത് എസെൻഷ്യൽ ഇൻഫർമേഷൻ. അത് ഞാൻ പറഞ്ഞ എക്സാമ്പിൾ അല്ലേ, വേറെ എക്സാമ്പിൾ പറഞ്ഞേ പറ്റുള്ളൂ. സുധിയുടെ മനസ്സിൽ നിന്ന് വരുന്ന ഒരു എക്സാമ്പിൾ കേൾക്കട്ടെ. റോസ് ഈസ് എ ഫ്ലവർ, എസെൻഷ്യൽ ഇൻഫർമേഷൻ. ആ അതിന്റെ കൂടെ ഇറ്റ്സ് കളർ ഈസ് പിങ്ക്, അത് എക്സ്ട്രാ ഇൻഫർമേഷൻ. ഓക്കെ. My brother who lives in China is visiting for Christmas. എന്തായി ബിനോയ്? My brother who lives in China is visiting for Christmas. ആ അത് my brother defining, മറ്റത് non defining. രണ്ടുപേരും സ്തുതി. രണ്ടുപേരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ റിലേറ്റീവ് ക്ലോസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളുണ്ട് അല്ലേ? ആരാ? റിലേറ്റീവ് പ്രോനൗൺ അല്ലേ? ഞാൻ പറഞ്ഞല്ലോ, അവരൊന്നും വിളിക്കാതെ ഒരു ഫംഗ്ഷൻ നടത്താൻ പറ്റുള്ളൂ ഞാൻ പറഞ്ഞില്ലേ? ആ അപ്പൊ ആ കാര്യം നമ്മുടെ ഓർമ്മയിൽ വേണം. ഒരു എസെൻഷ്യൽ ഇൻഫോർമേഷനിൽ നിന്നും ഒരു എക്സ്ട്രാ ഇൻഫോർമേഷൻ കൊടുക്കുന്ന സമയത്ത് ആരുടെ ആവശ്യം ഉണ്ടാവും? റിലേറ്റീവ് പ്രൊനൗൺ. അതന്നെ, റിലേറ്റീവ് പ്രോനൗൺ എന്ന് പറയുന്ന എന്താണ് അത്? റിലേറ്റീവ്സ് ആണ് അല്ലെ? ശരിക്കും റിലേറ്റീവ്സ് അല്ലെ? എന്നാൽ ബന്ധുക്കൾ എന്ന് പറയുന്ന രീതിയിലെടുക്കാം. ഒരു ആപേക്ഷികതയാണ് ഇവിടെ വരുന്നതെങ്കിൽ പോലും എന്താണ്, ഇറ്റ്സ് വെരി നെസസറി ടു മേക്ക് എ സെന്റൻസ് ഇൻ റിലേറ്റീവ് ക്ലോസ്. ഓക്കെ. അപ്പൊ അങ്ങനെ വേണം എന്തുണ്ടാക്കാനായിട്ട്. സുധി മനസ്സിലായോ? മനസ്സിലായി മാം. പിന്നെ പറഞ്ഞോളൂ സുധി, പറഞ്ഞോളൂ. ബാക്കി എന്തൊക്കെയാ നമ്മൾ പഠിച്ചേ? പിന്നെ ഡിഫൈനിങ് സെന്റൻസും നോൺ ഡിഫൈനിങ് സെന്റൻസും. ഡിഫൈനിങ് സെന്റൻസ് ആണെങ്കിൽ കോമ യൂസ് ചെയ്യത്തില്ല, നോൺ ഡിഫൈൻ ആണെങ്കിൽ അതിനകത്ത് കോമ യൂസ് ചെയ്യും. വെരി ഗുഡ്. ഇനി അടുത്തത് പറഞ്ഞോളൂ. പിന്നെ ഫസ്റ്റ് ക്ലോസ്, സെക്കൻഡ് ക്ലോസ്. ഫസ്റ്റ് ക്ലോസ് ആണെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിരിക്കും. സെക്കൻഡ് ക്ലോസ് ആണെങ്കിൽ അത് നോൺ ഇൻഡിപെൻഡന്റ് ആണ്. അത് ഫസ്റ്റ് ക്ലോസ് ഡിപെൻഡ് ചെയ്തിരിക്കും. അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് നിർബന്ധമൊക്കെ ഉണ്ടോ? അല്ലെ? അപ്പൊ എക്സാമ്പിൾ സഹിതം ശ്രുതി പറഞ്ഞോളൂ. അല്ലെ, നമ്മള് നേരത്തെ ബിനോയ് ഒരു എക്സാമ്പിൾ പറഞ്ഞത് ഓർക്കണുണ്ടോ? അല്ലെങ്കിൽ ഞാൻ സുധിനോട് ചോദിക്കാം. They sat under a tree. ഞാൻ പഠിപ്പിച്ചു തന്നതാണ്. ഇതിനകത്ത് ശ്രുതി പറഞ്ഞോളൂ. ബിനോയ്, ഞാൻ ശ്രുതിനോടാണ് ചോദിക്കുന്നത്. ഓൺലി ശ്രുതി. ശ്രുതി responded. They sat under a tree after they had walked along a very long distance എന്നാണ്. ഇതില് ഏതാണ് ഫസ്റ്റ് ക്ലോസ്, സെക്കൻഡ് ക്ലോസ് കണ്ടെത്തും. Find out the first and second clause from this sentence.
They sat first clause. They sat under a tree first clause. Hmm. 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 After they has walked a very long distance. Hmm. Second clause. Okay. ഫസ്റ്റ് ക്ലോസിനെ നമുക്ക് എന്ത് പറയാം? മെയിൻ ക്ലോസ്. എന്റെ പിന്നെ ഞാൻ ചോദിക്കുന്നത് ആരോടാണ്? സുധിനോടല്ലേ? ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞേ ഉള്ളൂ മേഡം. ആ, മിണ്ടാതിരിക്കും. സുധിക്കറിയോ ഇല്ലേന്ന് അറിയണ്ടേ നമ്മൾക്ക്? മനസ്സിലായോ ഇല്ലേന്ന് അറിയണ്ടേ? അതെ മേഡം. ആ, സുധി Yes, ma'am. പറഞ്ഞോളൂ സുധി. ഫസ്റ്റ് ക്ലോസിനെ ഇൻഡിപെൻഡന്റ് ക്ലോസ് എന്നും മെയിൻ ക്ലോസ് എന്നും പറയാം. പിന്നെ ഒരെണ്ണം കൂടി പേര് പ്രിൻസിപ്പൽ ക്ലോസ്. ആ, വെരി ഗുഡ്. സെക്കൻഡ് ക്ലോസിനെയോ? ഡിപെൻഡന്റ് ക്ലോസും സബോർഡിനേറ്റ് ക്ലോസ് എന്നും പറയാം. വെരി ഗുഡ്, വെരി ഗുഡ് കേട്ടോ. നല്ല കുട്ടികൾ കേട്ടോ. ആ, നന്നായിട്ട് മനസ്സിലായി അല്ലേ? ഓക്കെ, മനസ്സിലായി. ഓക്കെ. ഇനി ഞാനൊരു ഇത് തരാം. അത് നിങ്ങള് നോക്കുക കേട്ടോ. ചെയ്യാൻ പറ്റുമെന്നൊന്ന് നോക്കണം. ഇതൊന്ന് എല്ലാവരും ഒന്ന് റിലേറ്റ് ക്ലോസ്, ഫൈൻഡ് ഔട്ട് ദ ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് അല്ലേ? ഒന്നെല്ലാം ഞാൻ ചോദിക്കുന്ന ഒരാള് അതിന്റെ ആൻസർ പറയണം കേട്ടോ. സ്റ്റെഫി ടോണി, ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ ഒന്ന് പറയാൻ ശ്രമിച്ചു നോക്കൂ. Okay, ma'am. The people dash names are on the list will stay here. Whose names? The people whose names are on the list will stay here. The people Whose? Okay, very good. Thank you. And second, Binoy. മേഡം. സെക്കൻഡ് ക്വസ്റ്റിന് ആൻസർ പറഞ്ഞോളൂ. ഡു യു നോ ദ റീസൺ ഡാഷ് വൈ? റീസൺ എന്തുകൊണ്ടാണ്? റീസൺ വന്നുകൊണ്ടാണ് എന്ത് ചേർത്തത്? വൈ ചേർത്തത് കേട്ടോ. അതൊക്കെ ഓർക്കണം. റീസൺ ആണെങ്കിൽ എന്ത് ചേർക്കണം? വൈ എന്ന റിലേറ്റീവ് പ്രോനൗൺ ആയിരിക്കും അവിടെ വരുന്നത്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ മേഡം? ശരിയാണ് കേട്ടോ. ഓക്കെ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചോളാം. സുസ്മിത സിജു, തേർഡ് ക്വസ്റ്റ്യൻ വായിച്ചോളൂ. I visited my uncle which lives in a different city. ആരെ കുറിച്ച് ഇവിടെ പറയണേ? ആൻസർ പറഞ്ഞു സുസ്മിത. എന്താ പറഞ്ഞേ? I visited my uncle who lives in a different city. വെരി ഗുഡ് കേട്ടോ. നല്ല കുട്ടികളാണല്ലോ എല്ലാവരും. Thank you. ഫോർത്ത് ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കട്ടാ. ശീതൾ ഷിബു. മാഡം, അടുത്ത ക്വസ്റ്റ്യന്റെ പറഞ്ഞോളൂ. നാലാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താന്ന് വെച്ചാ? നാലാമത്തെ ക്വസ്റ്റ്യൻ അവിടെ കാണുന്നുണ്ടോ ശീതളെ? ഉണ്ട്. ഒന്ന് വായിച്ചു ഒന്ന് ആൻസർ പറയൂ. വെൻ. എന്തുകൊണ്ടാണ് വെൻ ചേർത്തത്? വെന്നാണെന്ന് എങ്ങനെ ആൻസർ കിട്ടി? How did you get this answer?
That is when. ശീതൾ ഒരു കാരണമില്ലേ ഇതിന്? നേരത്തെ കാര്യമാണ് അവിടെ പറയുന്നത്. വെരി ഗുഡ് അല്ലേ? ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാ അല്ലേ? റിമെമ്പർ ദ ടൈം അല്ലേ? Here indicates the time of the previous time അല്ലേ? So you should use when. Okay, very good. Next, Nivya Babu. Yes, ma'am. പറഞ്ഞോളൂ. The cookies, when you baked, are really delicious. Okay. The cookies. ഒന്നുകൂടി പറഞ്ഞേ, ആൻസർ എന്താ പറഞ്ഞ? എവിടെ നിവ്യ? Yes, ma'am. അതിന്റെ ആൻസർ ഒന്നുകൂടി പറഞ്ഞേ. The cookies, when you baked, are really delicious. ഒന്നുകൂടി വായിച്ചു നോക്കിയേ. ഒന്നുകൂടി വായിക്കുമ്പോളെ ഒന്ന് അർത്ഥം ഒന്ന് മനസ്സിലാക്കിയേ. The cookies. Why you baked are really delicious. അപ്പൊ ഇവിടെ അർത്ഥം എന്ത് വന്നു? മനസ്സിലാക്കൂ അതിന്റെ മീനിങ്. വൈ എന്ന് ചോദിച്ചാൽ എന്താണ്? എന്തുകൊണ്ട് അല്ലേ? എന്തുകൊണ്ട്? അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾ ബേക്ക് ചെയ്തപ്പോ റിയലി ഡെലീഷ്യസ് ആയി എന്നുള്ളത് നമുക്ക് ചോദിക്കാൻ പറ്റും അവിടെ? പറ്റില്ല അല്ലേ? നിങ്ങൾ ബേക്ക് ചെയ്തപ്പോൾ എന്ന് പറയാനും പറ്റില്ല അല്ലേ? ഇല്ല. നിങ്ങള് കുക്കീസ് ബേക്ക് ചെയ്തത് കൊണ്ട് നല്ല രുചിയുണ്ട് കേട്ടോ എന്നല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഏത് ചേർക്കണം? നമുക്ക് വൈയും വെന്നും പോയി കഴിഞ്ഞാൽ ബാക്കി ആരാ അവിടെ ഉള്ളത്? വിച്ചാണ്. വിച്ച് അല്ലേ? അപ്പൊ എന്ത് ചേർക്കാം? The cookies which you baked are really delicious. നമ്മള് വിച്ചിന്റെയും ദാറ്റിന്റെയും ഒക്കെ പ്രയോഗം ചേർത്തത് ഓർക്കണില്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ കേറിയിട്ടുണ്ടായിരുന്നല്ലോ. അതൊക്കെ ആ ക്ലാസ്സിൽ കേറിയില്ല അല്ലേ? പ്രധാനപ്പെട്ട ഒന്നാണ് കേട്ടോ. അത് മനസ്സിലാക്കണം കേട്ടോ. ജസ്റ്റിൻ ജോർജ്. Justin George. Justin George. ജസ്റ്റിൻ ജോർജ് ഇല്ല. ജസ്റ്റിൻ ജോർജ് വേണ്ട. റോഷിനി ജയാർ. പറഞ്ഞോളൂ. The bad weather is reason when I was late for class yesterday. പറഞ്ഞോളൂ. പൂം ചേർക്കോ, വെൻ ചേർക്കോ, വൈ ചേർക്കോ അല്ലെ? അവിടെ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ? അവിടെ നിങ്ങൾ എന്ത് കാണുന്നുണ്ട്? ഡാഷിന് മുന്നേ റോഷിനി റീസൺ അല്ലെ? ആ റീസൺ വന്നു കഴിഞ്ഞാല്, ആ റീസൺ കണ്ടു കഴിഞ്ഞാല് നമ്മൾക്ക് എന്ത് ചേർക്കാം? ഏത് റിലേറ്റീവ് പ്രോണൗൺ ചേർക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്? Reason why I was late for class yesterday. എന്താണ്? Why അല്ലെ? റീസൺ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ചേർക്കേണ്ട എന്താണ്? വെരി ഗുഡ്. അടുത്ത ആള് വേഗം പറഞ്ഞോളൂ കേട്ടോ. അടുത്ത ആള് ശ്രുതി നന്ദു. ശ്രുതി നന്ദു അടുത്തത് പറഞ്ഞോളൂ. ഫുഡ് ഡാഷ് ഈസ് ഇമ്പോർട്ടൻറ്റ്. Food that is imported from other countries is expensive. Food that is important. Okay. അടുത്തത് സ്റ്റുഡൻസ്. അടുത്തത് 8th ക്വസ്റ്റ്യൻ. ടിസി ജോർജ്.
PC George, 8. Yes, ma'am. Students who study hard get Very good good. Very good. grades. Get good grades. Grades. Very good. എന്താണ് സഹല കബീർ? സഹല കബീർ. സഹലയിലെ? ഓക്കെ. ഗീതു പ്രദീപ്. ഗീതു. പറഞ്ഞോളൂ മോളെ. Sam knows a man. Sam knows a man who brother works for the president. എന്താ പറഞ്ഞത്? Whose എന്താണ്? Whose brother? പറയൂ. Works for the president. Whose brother works for the president? അടുത്ത ആള് ആര്യ ഷാജി. ആര്യ ഷാജി. വായിച്ചു. അതിന്റെ ആൻസർ പറഞ്ഞോളൂ. I know they just read the student of the group. That ആണോ മാം? I know great little restaurant അല്ലെ? എന്റെ അർത്ഥം മനസ്സിലാക്കൂ അല്ലെ? അവിടെ നമുക്ക് എന്ത് കിട്ടും? എവിടെയാണോ അവിടെ നമുക്ക് എന്ത് കിട്ടും? ആഹാരം, ലഞ്ച് കിട്ടും എന്നാണ് പറഞ്ഞത്. എവിടെയാണോ അല്ലെ? അപ്പൊ എന്ത് ചേർക്കേണ്ടി വരും? എന്ന് വെച്ചാ എന്താ അർത്ഥം? എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആരെന്നുള്ള അർത്ഥത്തിലാണോ അല്ലെ? നേരത്തെ പറഞ്ഞ സ്റ്റുഡൻസ് ഓരോരുത്തരും എന്താണ്? വെയർ അല്ലെ? നമുക്ക് അവിടെ എന്ത് കിട്ടും? ഐ നോ ഗ്രേറ്റ് ലിസ്റ്റ് റെസ്റ്റോറന്റ് അല്ലെ? എനിക്ക് നല്ല റെസ്റ്റോറന്റ് അറിയാം. അവിടെ അല്ലെ? എവിടെയെന്ന് വെച്ചാൽ അവിടെ നമുക്ക് എന്ത് കിട്ടും? ആഹാരം കിട്ടും അല്ലെ? ലഞ്ച് കിട്ടും അല്ലെ? എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ അയച്ചേക്കാം. എല്ലാവരും അതൊന്ന് എക്സസൈസ് ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ മാം. ഓക്കെ മാം. അപ്പൊ എല്ലാവരും എന്ത് ചെയ്തോളൂ. അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ മിസ്. Thank you. ഫസ്റ്റ് എടുക്കട്ടോ അഭിനയ്. ഓക്കെ മാഡം.